എന്ത് രഹസ്യാടോ? ഞങ്ങൾ അറിയാത്ത എന്ത് രഹസ്യമായിരുന്നടോ? തനിക്ക് പറയടോ, കാരണബോധമായി പറയടോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങളൊക്കെ ആരാ? നിങ്ങളുടെ വിചാരമുണ്ട് നിങ്ങളൊക്കെ വലിയ തമ്പുരാക്കന്മാരാണെന്ന്. എടോ, ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങളാണ്, അധികാരം ജനങ്ങളുടേതാണ്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഞങ്ങളാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങൾ അറിയാത്ത എന്ത് രഹസ്യാടോ നിങ്ങൾക്ക്? എന്ത് രഹസ്യാടോ നിങ്ങൾക്ക്? രഹസ്യമാണ് രഹസ്യം. സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല. ഇതൊക്കെ രഹസ്യമാണെന്നാണ് ഈ മണുകുടാങ്ക് പറയുന്നത്. ചോദിക്കണ്ട ഇയാളുടെ മുഖത്ത് നോക്കി. എന്ത് രഹസ്യം? ഞങ്ങൾ അറിയാത്ത എന്ത് രഹസ്യമാണോ തനിക്കുള്ളത്? ഇതാണ് നിങ്ങൾ 10 വർഷം ചെയ്തത്. ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യവും അറിയിക്കാതെ നിങ്ങൾ കട്ടുപിടിക്കുകയായിരുന്നല്ലേ? രഹസ്യം എന്താ? ഒരു രഹസ്യമില്ലടോ. ഇവിടുത്തെ ജനങ്ങൾ അറിയാത്ത ഒരു രഹസ്യവും നിങ്ങൾ കൊണ്ടുനടക്കണ്ട. നമ്മൾ അറിയണമെല്ലാം. രഹസ്യ രേഖയോ ഇതാണ്. അത് എന്നിട്ട് ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഇങ്ങനെ പാട്ടുപാടാണ്. റഹീം, പിന്നെ എന്താ പറയാ, മനുവൻ, റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഇതിലൊക്കെ പറയുന്നത് എന്താ അറിയാം? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, രഹസ്യരേഖ പുറത്താക്കി. ഇവർക്കൊക്കെ ഇതൊന്നും പുറത്തറിയാൻ പാടില്ല എന്ന് പറയുന്നു. ഇതൊന്നും പുറത്തറിയാൻ പാടില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ വിചാരം ഇവർ തമ്പ്രാക്കന്മാരാണ്, ഇവർ രാജാക്കന്മാരാണ്, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രജകളാണ്, ജനങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെക്കണം എന്നാണ് ഇവരുടെ വിചാരം. പറ്റില്ലടോ, പറ്റില്ല. ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ഞങ്ങൾ അറിയണമെല്ലാം. പിന്നെ മറ്റൊന്ന് ഇതെന്താ? നിയോ റിബലിസം, നവ ലിബറലിസം, നവ ഉദാരത. ആരാ പറയുന്നത് അറിയോ? അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് ഒരുളുപ്പുമില്ലാതെ ഈ പ്രഖ്യാപിച്ച വി.എൻ. വാസവന്റെ പാർട്ടിയിലെ ഈ പറയുന്ന കൃമികീടങ്ങളാണ് പറയുന്നത് നവ ലിബറലിസത്തിന്റെ ഉദാഹരണമാണത്രേ ഈ ധവളപത്രം. എടോ, നിങ്ങളല്ലോ നവലിബറലിസത്തിന്റെ ആൾക്കാർ. നിങ്ങളല്ല അദാനിയെ കൊണ്ടു നടക്കുന്നത്. നിങ്ങളല്ലേ ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ വേണമെന്ന് പറയുന്നത്. നിങ്ങളല്ലേ ഇവിടെ മുതലാളിമാർക്ക് അണ്ടിപ്പരിപ്പിൽ പാലിൽ കുതിർത്താൻ അടിപ്പരിപ്പ് കൊടുക്കുന്നത്. നിങ്ങളാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നവ ഉദാരീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് കാലം മാറി. നിങ്ങളുടെ ഈ കമ്മ്യൂണിസത്തിൽ തന്നെ മുറുകി പിടിച്ചിരുന്നാലേ ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുപോയ ഈ പറയുന്ന അപജയം നമ്മൾ കൺമുന്നിൽ കണ്ടതാണ്. കാലത്തിനനുസരിച്ച് മാറണം. നവ ഉദാരീകരണത്തിന്റെ എല്ലാ സൗജന്യങ്ങളും നിങ്ങൾ പിൻപറ്റുന്നു അല്ലേ? നിയോ ലിബറലിസത്തിന്റെ എല്ലാ എന്താ പറയാ അനുഗ്രഹങ്ങളും അത് നിങ്ങൾക്ക് വേണം. നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നു. എന്നിട്ട് നിങ്ങൾ വന്നിരുന്ന കടുവിലെ മാന്യന്മാരായിട്ട് ഇത് നവ ഉദാരീകരണം. മണ്ണാങ്കട്ട പറയടോ, വളരെ കൃത്യമായി പറ. സതീശനോട് പറ. നിങ്ങൾ പറയേണ്ടത് ഇതാണ്. നിങ്ങൾ വരുത്തി വെച്ച കടം, ഈ കടം എങ്ങനെ മറികടക്കാം പറഞ്ഞു കൊടുക്കണോ? നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് അവസാനം കണ്ടെത്തിയത് സതീശൻ 5 ഇന്ദിരാ ഗ്യാരണ്ടിയെ പ്രഖ്യാപിച്ചിരുന്നു. അതൊന്നും നടക്കൂല. ഇവര് പറയാണ് അതൊന്നും നടക്കൂല. എങ്ങനെ നടക്കാനാണ്? ഈ കാര്യമായ ഈ കടം കയറിയ ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെ നടക്കാനാണ്? നടത്തണം. പൈസ ഉണ്ടാക്കണം. എങ്ങനെ പൈസ ഉണ്ടാക്കും? അവിടെയാണ്. അതാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഇതുവരെ ഇതൊന്നും അറിയില്ലല്ലോ. അന്തം കമ്മികൾക്ക് ഇതൊന്നും അറിയില്ല. ആകെ ഇവർക്ക് അറിയുന്നതാണ് കേന്ദ്രം തന്നില്ല. കേന്ദ്രം തരണം. അത് കഴിഞ്ഞിട്ട് കടം വാങ്ങണം. ഇവർക്ക് ഇത് രണ്ടും അറിയുള്ളൂ. ഒന്നുകിൽ കടം വാങ്ങുക, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുക. എടോ, ഇത് രണ്ടുമല്ലാത്ത ഒരുപാട് മാർഗങ്ങളുണ്ട്. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിൽ കുറെ നിർദ്ദേശങ്ങൾ ധവളപത്രത്തിലുണ്ട്. ഇത് മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഇത് ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുകയാണ്, സതീശനോട് പറയുകയാണ്, അല്ലെങ്കിൽ പുതിയ മന്ത്രിസഭയോട് പറയുകയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മറികടക്കണ്ടല്ലോ. പിണറായി വിജയൻ പറയട്ടെ, കാരണഭൂതം പറയട്ടെ, അല്ലെങ്കിൽ മരുവൻ പറയട്ടെ, അല്ലെങ്കിൽ റഹീം പറയട്ടെ, അല്ലെങ്കിൽ മറ്റേ മണുകുടാങ്കന്മാരൊക്കെ പറയട്ടെ. മറികടക്കണ്ടേ? എന്ത് ചെയ്യണം? നിങ്ങൾ പറ. ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇതാണ് പറയേണ്ടത്. പ്രതിപക്ഷം പറയേണ്ടത് ഇതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ഇവര് പറയുന്നു എന്താ പറയാ, ഈ പെൻഷൻ പ്രായം ഉയർത്താൻ പറ്റില്ല. ശരി, അങ്ങനെയാണ് നിങ്ങൾ പറ. പെൻഷൻ പ്രായം ഉയർത്താൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? അതുകൂടി പറയണ്ടേ? അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയാൽ മതിയോ? ഇവർക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. കട്ടുമുടിക്കുക. ശബരിമലയിൽ നിന്ന് കക്കുക, കരുവന്നൂർ ബാങ്കിൽ നിന്ന് കക്കുക, കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കക്കുക. ഒക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ ഇവിടെ അല്ലെ? കരുവന്നൂർ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പണ്ടേ പോയി, ആലപ്പുഴ പോയി,
കണ്ണൂര് പോയി, ഇപ്പൊ തൃശ്ശൂരിലെ എല്ലാ വൻ നേതാക്കന്മാരും 4-ാം തീയതി ഇങ്ങനെ ലൈനായിട്ട് പോകും ED-യുടെ മുന്നിലേക്കോ. കെ രാധാകൃഷ്ണനും കനൽ തരിയും എം വർഗീസും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ അപമാനിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ PR ടീം കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നിടത്താണ് അദ്ദേഹം പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ്. നേരത്തെ പരാജയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു. പരാജയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശേഷം പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അതല്ലെങ്കിൽ എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു എന്താ പറയുക രാഷ്ട്രീയക്കാരനാണ് പിണറായി വിജയൻ എന്ന് പറയാൻ കാരണം പിണറായി വിജയന്റേതായ അഭിപ്രായങ്ങളില്ല. ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന എന്തൊക്കെയോ പിണറായിയുടേതാണ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാലോ, ഈ ഫേസ്ബുക്കിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ, ആ പോസ്റ്റുകളൊക്കെ യഥാർത്ഥത്തിൽ ഇത് പിണറായി അല്ല തയ്യാറാക്കുന്നതെന്ന് പിണറായിയെ എന്താ പറയാ പിണറായിയുടെ ഭക്തജന സംഘത്തിന് വരെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഇനി അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു 4-5 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ തന്നെ കണ്ടു. ഇനി അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരെ പിണറായിയുടെ ഈ എന്താ പറയാ ഈ ഫേസ്ബുക്ക് വാളിൽ പോയിട്ടല്ല ഞാൻ കണ്ടത്. അതല്ലാത്ത രീതിയിൽ വളരെ ആകസ്മികമായിട്ട് ഞാൻ 3-4 കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സാധനങ്ങളൊന്നും പിണറായി അല്ല തയ്യാറാക്കുന്നത്. അത് തന്നെയെങ്കിലും ഈ അന്തംകമ്മികളൊന്ന് വിശ്വസിക്കും. ഇത് പിണറായിയുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിണറായിയോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കി. ഞാൻ ഇപ്പൊ എല്ലാ ദിവസവും പിണറായി ഇങ്ങനെ ചീത്ത പറയുന്നത് എന്നുള്ളത് കൊണ്ട് പിണറായിയുള്ള വിരോധം കൊണ്ടല്ല. ആ മനുഷ്യന് ഈ വയസ്സാം കാലത്ത് എന്നെങ്കിലും അയാളൊന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഇയാളെ എന്താ പറയാ മോശക്കാരൻ അല്ലേ, മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഉപദേഷ്ടാക്കളെ, എന്തിനാ ഈ PR ടീമൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇന്നത്തെ ദേശാഭിമാനിയില് പിണറായി വിജയന്റെ ഒരു ലേഖനമുണ്ട് കേട്ടോ. അതായത് ഏതാണ്ട് ഒരു ഫുൾ പേജ് ഉണ്ട്. ഇന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിലാണ്. വൈറ്റ് പേപ്പർ അല്ല, കേന്ദ്രത്തെ വെളുപ്പിക്കുന്ന വൈറ്റ് വാഷ്, പിണറായി വിജയൻ. ഇത് പിണറായി വിജയന്റെ ലേഖനം. ഇത് കണ്ട വിചാരിക്കും പിണറായി വിജയൻ രാത്രി ഉറക്കൊഴിഞ്ഞിരുന്ന് തയ്യാറാക്കിയ ലേഖനമാണ് ഈ ഒരു പേജ് ഉള്ളതെന്ന്. അല്ലാതെ ഇതിനുള്ള കോപ്പൊന്നും ഇയാൾക്കില്ല. ഇതുകൊണ്ടാണ് G. സുധാരൻ പറഞ്ഞത് ഇയാളൊരു നനഞ്ഞ കോഴിയാണ്, ഇയാൾക്കൊന്നിനെ കുറിച്ച് വിവരമില്ല, ഇയാൾക്ക് മിണ്ടാൻ തന്നെ വയ്യ. ഞാനിത് പറയാൻ കാരണം ഈ ലേഖനം വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടോ. ഒന്ന് പിണറായി വിജയനെ ഇങ്ങനെ നിർത്തിപ്പൊരിക്കുകയാണ് ഇപ്പൊ അല്ലേ, നിർത്തിപ്പൊരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തെ നശിപ്പിച്ച് കുളന്തുകൊണ്ടിയ ഈ മനുഷ്യൻ ഇനി വേണ്ട, കൺവെട്ടത് ഇയാളെ കാണരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ജനങ്ങള് ഇയാളെ ധർമ്മടത്ത ജനങ്ങൾ ഉൾപ്പെടെ ഇയാൾ പുറംകാലം കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചതാണ്. എന്നിട്ട് ഈ മനുഷ്യൻ 82-ാം വയസ്സിൽ കൂനിക്കൂടി വന്നിരുന്നിട്ട് ഞാനാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ്ട് പ്രഖ്യാപിക്കുകയാണ്. PB-യിൽ വരെ 7 ആൾക്കാർ പറഞ്ഞ് താൻ പോടോ വിജയ എന്ന് ആരാ പറഞ്ഞത് അറിയോ? PB-യിലെ പോളിറ്റ് ബ്യൂറോയിലെ 7 അംഗങ്ങൾ പറയാണ്, എടോ വിജയ ഇറങ്ങി പോടോ, താൻ പ്രതിപക്ഷ നേതാവ് ആകണ്ടെന്ന്. അവസാനം വോട്ടെടുപ്പ് വന്നപ്പോഴാണ് 10 പേര്. ഈ 10 പേരിൽ ഒരാള് ഈ പറയുന്ന കാരണഭൂതാണ് കേട്ടോ. മൂപ്പര് സ്വയം വോട്ട് ചെയ്തിട്ട് മൂപ്പരുടെ ഈ ഭക്തജന സംഘം, കേരളത്തിൽ നിന്ന് പോയ ഭക്തജന സംഘങ്ങൾ ഉണ്ടല്ലോ, അതായത് MA ബേബിയും ഈ അപ്പം ഗോവിന്ദനും ഉൾപ്പെടെയുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് ഇയാൾ എങ്ങനെയെങ്കിലും ഈ പ്രതിപക്ഷ നേതാവായത്. പോട്ടെ, പ്രതിപക്ഷ നേതാവായി അവിടെ ഇരിക്കട്ടെ. ഇയാളെ പേരിൽ ഇങ്ങനെ അച്ചടിച്ചു വരുന്ന ലേഖനങ്ങൾ ഇപ്പൊ ദേശാഭിമാനി, എനിക്ക് തോന്നുന്നു ഈ അന്തംകമ്മികൾ മിക്കവാറും ഇത് വായിച്ചിട്ടുണ്ടാവും. ഇത് വായിച്ചിട്ടാണല്ലോ ഇവര് ദേശാഭിമാനിയിൽ വരുന്ന വിവരക്കേടുകൾ വായിച്ചിട്ടാണ് ഈ അന്തംകമ്മികൾ എങ്ങനെ ഇമ്മാതിരി പൊട്ടന്മാരാകുന്നെന്ന് ചോദിച്ചാൽ ഈ ടീങ്ങൾ ആകെ വായിക്കുക ഈ ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ വരുന്ന കള്ളത്തരങ്ങൾ, ഒരു വരി പോലും സത്യം ദേശാഭിമാനിയിൽ ഉണ്ടാവില്ല. അതാണ് ദേശാഭിമാനിയുടെ പ്രത്യേകത. ഒരു വരി പോലും സത്യം ഉണ്ടാവില്ല. മുഴുവൻ കള്ളത്തരങ്ങൾ. ഇതിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിച്ച് രാത്രിയാവുമ്പോൾ കൈരളി ടിവിയുടെ മുന്നിൽ പോയിരുന്നിട്ട് അതിലുള്ള അസംബന്ധങ്ങൾ അതിങ്ങനെ കേട്ട് എന്നിട്ട് ഇവര് വിചാരിക്കും ഇതേ ഉള്ളൂ, ഈ പൊട്ടക്കിടത്തിയാൽ തവളകളുടെ മാതിരിയാണ്. ഇതിന്റെ പുറമേ ഒരു ലോകമുണ്ട്, ഇതവർക്ക് അറിയില്ല. എന്ത് ചെയ്യാനാണല്ലേ? ഞാൻ ഏതായാലും ഈ പിണറായി വിജയന്റെ ഈ അതായത് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ധവള പത്രത്തെ കുറിച്ച് വളരെ സങ്കടത്തോടെ പറയാണ്. VD സതീശൻ ധവള പത്രം അവതരിപ്പിച്ചു. എന്താണ് ഈ ധവള പത്രത്തിന്റെ ലക്ഷ്യം? ഇത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലെ അറിയാന്നേ.
കഴിഞ്ഞ 10 വർഷം ഭരിച്ചു മുടിപ്പിച്ചപ്പോൾ എന്താണ് സംസ്ഥാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള സാമ്പത്തിക സ്ഥിതി? സംസ്ഥാനം കടം കയറി നിൽക്കുകയാണ്, മൂക്കറ്റം കടത്തിലാണെന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിലും വളരെ കൃത്യതയോടെ ആധികാരികമായി എന്താണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സ്ഥിതി ഇതറിയാനാണ് ഈ ധവളപത്രം തയ്യാറാക്കിയത്. ഇത് തയ്യാറാക്കിയത് വി ഡി സതീശനോ ഇവിടുത്തെ മന്ത്രിസഭയിലെ അംഗങ്ങളല്ല. ഇത് തയ്യാറാക്കിയത് കേരളത്തിലെ അതിപ്രശസ്തരായ സാമ്പത്തിക വിദഗ്ധരാണ്. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അല്ലെ, കെ എം ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ വളരെ വിദഗ്ധരായ ഒരു ടീമാണ് ഇത് തയ്യാറാക്കിയത്. ഈ ധവളപത്രത്തിൽ വളരെ കൃത്യമായി പറയുന്നു കേരളത്തിന്റെ കടം 5.07 ലക്ഷം കോടിയാണ്. 2016 ഉമ്മൻചാണ്ടി ഭരണമൊഴിയുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു കടം എന്ന് പറയാൻ കഴിഞ്ഞ 60 വർഷത്തെ, അതാണ് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 60 വർഷത്തെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഭരിച്ചപ്പോൾ ഉണ്ടാക്കി തീർത്ത കടം എന്ന് പറയുന്നത് കേവലം 1.5 ലക്ഷം കോടിയാണ് കേട്ടോ. ഈ 1.5 ലക്ഷം കോടിയാണ് ഈ ഈ പോങ്ങൻ കാരണഭൂതം എന്ന ടീം 10 വർഷം ഭരിച്ചപ്പോൾ ഈ 1.5 ലക്ഷം കോടി എന്നുള്ളത് 5.07 ലക്ഷം കോടിയാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം കോടിയുടെ വർധന. 3.5 ലക്ഷം കോടിയാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഞെട്ടിത്തെറിക്കേണ്ടതാണ്. 10 വർഷം കൊണ്ട് ഇയാൾ കടം വാങ്ങിയ പൈസയാണുള്ളത്. എടോ അന്തകമ്മികളെ, നിങ്ങളോടാ പറയുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇയാള് കടം വാങ്ങി ദൂർത്തടിക്കാൻ വേണ്ടി. എന്തിനാണ് ദൂർത്തടിക്കാൻ വേണ്ടി? 45 കാറുകളുടെ കമ്പനി, ഹെലികോപ്റ്റർ, പാറ്റൺ ടാങ്ക് അല്ലെ, ഇമാതിരി തോന്നിയാസങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് ഇയാൾ ചെലവാക്കിയ പൈസയാണ് ഈ പറയുന്ന 3.5 ലക്ഷം കോടി. ഈ 3.5 ലക്ഷം കോടി കൂടി കടബാധ്യത വന്നപ്പോഴാണ് 5.07 ലക്ഷം കോടി ആയത്. ഇത് അറിയണ്ടേ നമ്മള് അല്ലേ? ഇത് അറിയണ്ടേ? ഇത് സാധാരണ ഇത് ഈ ധവളപത്രം തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം പറയുന്നുണ്ട്, ഇവിടത്തെ എന്താ പറയാ സാമൂഹിക നേതാക്കന്മാർ പറയുന്നുണ്ട്, സാംസ്കാരിക നേതാക്കന്മാർ പറയുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോധം വിവരമുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. കടം ഏതാണ്ട് 6 ലക്ഷം കോടിയിലേക്ക് എത്തി. 6 ലക്ഷം കോടി. അപ്പോഴാണ് പറയുന്നത് ഇവരൊക്കെ കള്ളം പറയായിരുന്നു. 6 ലക്ഷം ഒന്നും ഇല്ലാന്നേ, 5 ചില്ലറേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ രസം. 6 ലക്ഷം കോടി ഒന്നും ഇല്ല, കള്ളത്തരം പറയാണ്. ഇത്രയേ ഉള്ളൂ. 5 പിന്നെ കുറച്ചും കൂടിയും. എടോ 6 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ 5 ലക്ഷം കഴിഞ്ഞില്ലേ? 5 ലക്ഷം കോടി കഴിഞ്ഞില്ലേ? പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കുരു വെട്ടുന്നത് സത്യം പറയുമ്പോ. അപ്പൊ ഇങ്ങനെ കേരളത്തിന് അറിയാമായിരുന്നു ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷെ ഇത് ആധികാരികമായ കണക്കാണ്, നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുകയാണ്. കേരളത്തിന്റെ കടം ഇത്രയാണ്. ഇനി രണ്ടാമത്, അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട പൈസ ഏതാണ്ട് 50,000 കോടി ഉണ്ട് എന്ന് പറയുന്നു. അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ടത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലും പിന്നീട് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലും ഈ കുട്ടികളുടെ സ്കോളർഷിപ്പായിട്ടും ഈ കരാറുകാരുടെ പൈസയായിട്ടൊക്കെ അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ 50,000 കോടി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെ, ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പി രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രി ഭരിച്ച് മുടിപ്പിച്ച ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുത്തിവെച്ച നഷ്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 75,000 കോടിയാണ്. ഇതൊക്കെ ജനങ്ങൾ അറിയണ്ടേ? പിന്നെ ഖജനാവിൽ 6,000 കോടി ബാക്കി വെച്ചിരുന്നു. ഖജനാവിൽ 6,000 കോടി ബാക്കി വെക്കുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്തുകൾക്ക്, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 3-ാം ഗഡു കൊടുത്തിരുന്നില്ല. 3-ാം ഗഡു കൊടുക്കാതെയാണ് ഈ 6,000 കോടി വെച്ചത്. ആശാ വർക്കർമാർ ഒരു 100 രൂപ കൂട്ടി തരുമെന്ന് ചോദിച്ചു, കൊടുത്തില്ല. എന്നിട്ടാണ് ഇവിടെ 6,000 കോടി ഉണ്ടായിരുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ 3,000 കോടി കൊടുക്കാനുണ്ടായിരുന്നു. ഇവിടെ വില കയറുകയാണ്. കഴിഞ്ഞ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ മുഴുവൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വിലക്കയറ്റത്തിന്റെ തോത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമായിരുന്നു. വിലക്കയറ്റം കുറയ്ക്കാൻ ഞാൻ ഡാഷിന്റെ മോൻ എന്ന് വിളിക്കുന്നില്ല കേട്ടോ, കാരണം പിണറായി വിജയൻ ഡാഷിന്റെ മോനെ രേവന്തേ എന്ന് വിളിച്ച പോലെ വിളിക്കുന്നില്ല. നമുക്കൊരു മാന്യതയുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇട്ട പേര്, നിങ്ങൾ പൂവരണി നമ്പൂരിട്ട പേര് എന്നെ വിളിക്കട്ടെ കാരണഭൂതം, അല്ലെങ്കിൽ ജി സുധാകരൻ ഇട്ട പേര് നനഞ്ഞ കോഴി അല്ലെങ്കിൽ കാരണഭൂതം. ഒന്നും ചെയ്തില്ല. ഇതാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല. വില കുതിച്ചു കയറുമ്പോഴും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കണ്ടേ? അവരെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണ്ടേ? ഇതൊന്നുമില്ലാതെ അവസാനം പറയാൻ 6,000 കോടി ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ 6,000 കോടി പുഴുങ്ങി തിന്നാനായിരുന്നു അവിടെ വെച്ച് ആണോ? അപ്പൊ അന്തകമ്മികളെ നാടുകളെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. സതീശൻ എന്താ ഇവിടെ 6,000 കോടി ഞങ്ങൾ വെച്ചിരുന്നു എന്ന്. നിങ്ങൾ എങ്ങനെയാ വെച്ചത്? കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെയല്ലേ വെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതൊക്കെയാണ്. ഈ ധവളപത്രത്തിലെ കാതലായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ എണ്ണി പറയാം. 5.07 ലക്ഷം കോടി കടം അല്ലെ, 5.07 ലക്ഷം കോടി കടം എങ്ങനെ വന്നു? എന്താണ് ഇതിന് കാരണം?
ഇനി ഈ കടം വർദ്ധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതല്ലേ ക്രിയാത്മകമായ ചർച്ച. അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ടത് 50,000 കോടിയാണ്. എങ്ങനെ കൊടുത്തു തീർക്കും? എവിടുന്ന് വിഭവങ്ങൾ എവിടുന്ന് സമാഹരിക്കും? ഇതല്ലേ ചർച്ച. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 75,000 കോടി കടമുണ്ടാക്കുന്നു. ഇത് അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണം? ഇതല്ലേ ചർച്ച. ഇതൊന്നും അല്ലാതെ കഴിഞ്ഞ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഉണ്ടാക്കിയത് AI കൊണ്ടാണ്. ഇത് ഉണ്ടാക്കിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടാണ്. ഈ ധവളപത്രം ഉണ്ടാക്കിയ എന്താടോ അതിന് തകരാറ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടാണ് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. എന്താണ് വിചാരിച്ചോ? എന്താ അതിനിപ്പോ തകരാറുന്ന്? നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിമികടി? നിങ്ങൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടോ? അത് നോക്ക്. അതല്ല അതിന് ശരി, അതല്ല അതിന്റെ മാന്യത, അതല്ല അതിന്റെ രാഷ്ട്രീയം. നിങ്ങൾ പ്രതിപക്ഷത്താണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് VD സതീശൻ അവതരിപ്പിച്ച ഈ ധവളപത്രത്തിൽ എന്താണ് വസ്തുതാപരമായ തെറ്റ് അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കേ. 1, 2, 3 എന്ന് പറഞ്ഞ് പറ. 5.07 ലക്ഷം കോടിയല്ല. പിണറായി വിജയൻ 10 കൊല്ലം ഭരിച്ചപ്പോൾ ഒരു നഷ്ടം ഉണ്ടാക്കിയില്ല. നിങ്ങൾ തെളിയിക്കടോ. 50,000 കോടി ഇവിടെ കൊടുക്കാനില്ല, തെളിയിക്കടോ. 75,000 കോടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടമുണ്ടാക്കുന്നില്ല. പി രാജീവ് എല്ലാറ്റിനെയും അങ്ങോട്ട് എന്താ പറയുക ലാഭത്തിലാക്കി. തെളിയിക്കടോ വസ്തുതകളോടെ. അതല്ലേ അതിന്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അതല്ലേ രാഷ്ട്രീയ മാന്യത എന്ന് പറയുന്നത്. അതല്ല ഇത് ഉണ്ടാക്കിയത് AI കൊണ്ടാണെന്ന് പറഞ്ഞാൽ AI കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിനിപ്പോ എന്താ തകരാറ്? നിങ്ങളമാതിരി ഔട്ട്ഡേറ്റഡ് ആയ ആൾക്കാരല്ല ഇതുണ്ടാക്കിയത്. KM ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മുൻ ക്യാബിനറ്റ് സെക്രട്ടറി, ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് AI കൊണ്ട് ഉണ്ടാക്കും. എന്താ തകരാറ്? മറ്റൊന്ന് പറഞ്ഞത് രഹസ്യരേഖകൾ വെളിച്ചത്തായത്രേ. ബാലഗോപാലാണ് പറഞ്ഞത്. ബാലഗോപാൽ എന്ന് പറയുന്ന പിണറായി വിജയന്റെ പെട്ടി തൂക്കി, അല്ലെ, പിണറായി വിജയന്റെ പെട്ടി തൂക്കിയായ, പിണറായി വിജയന്റെ എണ്ണതേപ്പുകാരനായ ഈ ബാലഗോപാലല്ലേ പറഞ്ഞത്. പണ്ട് VS വീഴ്ത്താൻ വേണ്ടിയിട്ട്, VS അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇയാള് എന്താ പറയാ ഒരു ചാരനായി നിയമിച്ചിരുന്ന പിണറായി വിജയൻ തന്റെ ചാരനായി VS രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നിയമിച്ചിരുന്ന ബാലഗോപാൽ. അത്രയുള്ള ബാലഗോപാൽ ഒന്നുമില്ല. കമ്മ്യൂണിസത്തെ കുറിച്ച് ഒന്നും അറിയില്ല, ഈ ധനകാര്യ സ്ഥിതിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഇയാളാണ് കഴിഞ്ഞ 5 വർഷം ഇവിടെ നമ്മുടെ ധനകാര്യ മേഖലയെ ആകെ കുട്ടിച്ചോറാക്കിയതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന ബാലഗോപാൽ. ഈ ബാലഗോപാൽ ഒരു വിവരമില്ലാത്ത ഈ മണ്ണുകൊണ്ടാൻ പറയാണല്ലോ രഹസ്യരേഖകൾ പുറത്താക്കിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ഈ കാര്യമാണ്. അതായത് പിണറായി വിജയന്റെ ഈ ലേഖനം ഇന്ന് അന്തംകമ്മികൾ ഇങ്ങനെ വായിച്ച് നിർവൃതിയടഞ്ഞ ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 പോയിന്റുകൾ ഞാൻ പറയാം. ഈ വിഡ്ഢിത്തം, ഇയാൾക്ക് ഇത് എഴുതി കൊടുത്ത ആൾക്കാരുടെ പാപ്പരത്വം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും, അതായത് ഒരു പേജ് ഈ ലേഖനത്തിൽ ഒരിടത്ത് പോലും VD സതീശൻ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഈ തയ്യാറാക്കിയ ധവളപത്രത്തിലെ കണക്കുകളിൽ എന്തെങ്കിലും പിശകുണ്ട് എന്ന് പറയുന്നില്ല. അതാണ് 5.07 ലക്ഷം കോടിയല്ല എന്നതിൽ പറയുന്നില്ല. കൊടുത്തു തീർക്കാനുള്ളത് 50,000 കോടിയല്ല എന്നതിൽ പറയുന്നില്ല. പൊതുമേഖലയുടെ കടം ഇത്രയൊന്നും ഇല്ല എന്നതിൽ പറയുന്നില്ല. അതൊക്കെ ശരിയാണെന്ന് പറയാണ്. എന്നിട്ട് വെറുതെ കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 3/4 ഭാഗവും പറയുന്നത് ഈ ധവളപത്രത്തിൽ BJP ഗവൺമെന്റിന്റെ കേന്ദ്രത്തെ വിമർശിച്ചില്ല. അതാണ് ഒന്നാമത്തെ ആരോപണം. ധവളപത്രത്തിൽ എന്തിനാ കേന്ദ്രത്തിന് വിമർശിക്കുന്നത്? കേന്ദ്രത്തെ നിങ്ങൾ വിമർശിച്ചില്ല, ഇത് വിമർശിക്കുക. അതായിരുന്നില്ല ഇവരുടെ സ്റ്റൈല്. എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് 4 മുദ്രാവാക്യം, കേന്ദ്രത്തിനെതിരെ 4 മുദ്രാവാക്യം. രാവിലെ കട്ടൻ ചായ അടിക്കുന്നതിന് മുമ്പേ, രാവിലെ ചായ കുടിക്കുന്നതിന് മുമ്പേ ഉണർന്ന് എണീറ്റിട്ട് എല്ലാ സഖാക്കന്മാരും ആദ്യം തന്നെ 4 തെറി. ആരെ? RSSനെ, BJPയെ, അമിത്ഷായെ, നരേന്ദ്രമോദിയെ, അമിത്ഷായെ. പിന്നെ പിണറായി തെറി പറയില്ല, പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് തെറി പറയിപ്പിക്കും. ഇതല്ലല്ലോ ചെയ്യേണ്ടത്. ഇതാ ഈ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് സംസ്ഥാനങ്ങൾക്കെതിരെ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നതും രാഷ്ട്രീയ വിവേചനം കാട്ടുന്നതുമായ കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ ഫെഡറൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ ചെറു പ്രതിഷേധമെങ്കിലും കേരളത്തിലെ UDF സർക്കാരിൽ നിന്നും ഉണ്ടായോ? ഒരു ചോദ്യമാണ്. ഉണ്ടായോ? ഇനി ഉണ്ടാകുമോ? ഉണ്ടായിട്ടില്ല, ഉണ്ടാകില്ല എന്നാണ് കൃത്യമായ ഉത്തരം. എന്നിട്ട് പറയാണ്, കഴിഞ്ഞ ദിവസം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച വൈറ്റ് പേപ്പർ അഥവാ ധവളപത്രം എന്ന വിളിപ്പേരുള്ള ധനകാര്യ തൽസ്ഥിതി റിപ്പോർട്ട് ഇതിന്റെ സാക്ഷ്യപത്രമാണ്. അപ്പോൾ ഈ ധവളപത്രം എന്ന് പറയുന്നത് ഇതിന്റെ സാക്ഷ്യപത്രമാണ്. ഇയാൾ ഉണ്ടാക്കിയ കടല്ല. കാരണഭൂതം 10 വർഷം ഉണ്ടാക്കിയ കടൊന്നും ഒരു പ്രശ്നമല്ലടോ. കടൊന്നും പ്രശ്നമല്ല. കടത്തിനെ കുറിച്ച് നിങ്ങൾ പറയണ്ട, കൊടുക്കാനുള്ളതിനെ പറ്റി പറയണ്ട, ഈ നഷ്ടം ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് പറയൊന്നും പറയണ്ടോ. പക്ഷെ അതിന്റെ അകത്ത് നിങ്ങൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയില്ല. അത് ശരിയായില്ല. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തണം. അങ്ങനെയാണ് ധവളപത്രം തയ്യാറാക്കേണ്ടത്. കേന്ദ്രത്തിൽ നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുക, അതല്ല വേണ്ടത്. ചേടോ വിജയ, താൻ ചെയ്യാത്തത്
താൻ ഇവിടെ കുട്ടിച്ചോറാക്കി വെച്ചത്. അക്കാര്യം പറയുമ്പോൾ എന്തിനാണോ കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് തന്നില്ല എന്ന് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. എന്തുകൊണ്ട് തന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. കാരണം തരാത്തത് നിങ്ങൾ ആവശ്യമായ കണക്കുകളൊന്നും കൊടുത്തില്ല. നിങ്ങൾ ആവശ്യമായ കണക്കുകൾ കൊടുക്കാത്തത് കൊണ്ടാണ് കേന്ദ്രം നിങ്ങൾക്ക് ആവശ്യമായ തുകകൾ അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട തുകകൾ തരാതിരുന്നത്. കാരണം നിങ്ങൾ ഇവിടെ വകമാറ്റി ചെലവഴിക്കുന്നു. ഇപ്പം തന്നെ ഏറ്റവും പുതിയ വിവരം ഈ വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി എന്നുള്ളതാണ്. 24 ന്യൂസ് ചാനലിലൊക്കെ ആ വാർത്ത വന്നിരുന്നു, അല്ലെങ്കിൽ എല്ലാ ചാനലുകളും ആ വാർത്ത വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറെ പേർ അറിഞ്ഞിട്ടുണ്ടാവില്ല. വയനാട് ദുരിതാശ്വാസ ഫണ്ട് പോലും നിങ്ങൾ വകമാറ്റി. എന്തിനു വകമാറ്റി? നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി കുറെ കമ്പ്യൂട്ടർ ഉണ്ടാക്കാനും മേശ ഉണ്ടാക്കാനും കസേര ഉണ്ടാക്കാനും ഒക്കെ ചെലവാക്കി എന്നുള്ളതാണ് റിപ്പോർട്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ഞാൻ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഭാഗം. അത് കഴിഞ്ഞിട്ട് കാലഹരണപ്പെട്ട അങ്ങേയറ്റം യാഥാസ്ഥിതിക പൊതു ധനകാര്യ കാഴ്ചപ്പാടിലൂടെയാണ് ധവളപത്രം വസ്തുത വിശകലനം ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായില്ലത്. യാഥാസ്ഥിതികമായ രീതിയിലാണ് അത്ര ഇത് വിശകലനം ചെയ്യുന്നത്. എടോ കടത്രയാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതല്ലാതെ പിന്നെ യാഥാസ്ഥിതികല്ലാതെ ഏത് രീതി അത് പറഞ്ഞു തരണം. ഇങ്ങനെയല്ല പറയേണ്ടത് വേറെ രീതിയാണ്. അത് പറയുന്നുണ്ട്. അതായത് പിണറായി വിജയൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത്ര 5.07 ലക്ഷം കോടി കടന്ന് പറയാൻ പാടില്ല. അതിന് പകരം മൂപ്പർ പറയുന്നത് എന്താന്ന് വെച്ചാൽ കടത്തെ ആഭ്യന്തര വരുമാനത്തിന്റെ അനുപാതമായി കണക്കാക്കാതെ ശ്രദ്ധിക്കണേ മൂപ്പർ പറയുന്നതാണ്. കടത്തെ ആഭ്യന്തര വരുമാനത്തിന്റെ അനുപാതമായി കണക്കാക്കാതെ കേവല കണക്കുകൾ നിരത്തി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത്. മനസ്സിലായോ? മനസ്സിലാവൂല മൂപ്പര് എന്ന് പറഞ്ഞാൽ 5.07 ലക്ഷം കോടി കടമെന്ന് പറയരുത്. അതിന് പകരം ഒന്നുകൂടി ഞാൻ വായിക്കാം. കടത്തെ ആഭ്യന്തര വരുമാനത്തിന്റെ അനുപാതമായി കണക്കാക്കാതെ കേവല കണക്കുകൾ നിരത്തി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത്. കേരളത്തിന്റെ ആകെ കടം ആഭ്യന്തര വരുമാന അനുപാതം 39% കഴിഞ്ഞ 5 വർഷം കൊണ്ട് 33% കുറഞ്ഞ കാര്യം ബോധപൂർവം തമസ്കരിക്കുകയാണ്. കടഭാരത്തിന്റെ കണക്കിൽ രാജ്യത്തെ ആദ്യ 10 സംസ്ഥാനങ്ങളിൽ കേരളമില്ലെന്നതും ചേർത്ത് വായിക്കണം എന്നൊക്കെ പറയുന്നത്. എന്താ ഇവർക്ക് ചെയ്യേണ്ടത്? ഇനി അതും കഴിഞ്ഞിട്ട് രസമാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഫുൾ കോമഡിയാണെന്നേ. പിന്നെ അടുത്തൊരു പോയിന്റ്, ഞാൻ ഇതിന്റെ ഏതാനും വാചകങ്ങൾ മാത്രം വായിക്കുന്നത്. ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ ചിരിച്ച് ചത്തുപോകും. നിങ്ങൾ ചിരിച്ച് ചത്തുപോകും. അത്യാവശ്യം വിവരമുള്ള ആളുകളാണല്ലോ. അന്തംഗമ്മികളാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? പിണറായി വിജയന് വേണ്ടി 2 മുദ്രാവാക്യം വിളിക്കും. ഓ സഖാവേ എങ്ങനെയായിരുന്നു അല്ലേ, ഞങ്ങൾ വിചാരിച്ച് 5.07 ലക്ഷം കോടി കടണ്ട്, ഇവിടുത്തെ 50,000 കോടി കൊടുക്കാനുണ്ട്, 75,000 കോടി കടന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷെ ഇതാണല്ലേ. എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത്? ഏതായാലും ഭരണം പോയില്ലേ. നിങ്ങൾ വരില്ല. നിങ്ങൾ ഇനി ഉള്ള കാലം ഭരണത്തിൽ വരില്ല. നീ വെറുതെ എന്തിനാണ് ഇങ്ങനെ എന്തിനാ കയ്യിലും കുത്തി നടക്കണെന്ന് കേട്ടില്ലേ? എന്തിനാ വെറുതെ കയ്യിലും കുത്തി നടക്കണത്? ഇനി അടുത്ത് 2026 മാർച്ച് 31 സർക്കാർ കൊടുത്തു തീർക്കേണ്ട കുടിശ്ശിക 48,733 കോടി രൂപയാണെന്ന പരാമർശം ധവളപത്രത്തിലുണ്ട് കേട്ടോ. വിജയം പറയാണ്. അത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ധവളപത്രത്തിലുണ്ട്. ഉണ്ട്. എന്നിട്ട് മൂപ്പര് ബാക്കി പറയുന്നത് ഇതിലെ സപ്ലൈകോ, UGC, പട്ടിക വിഭാഗ സ്കോളർഷിപ്പ് എന്നിവയുടെ കുടിശ്ശിക 4,770 കോടി രൂപയിൽ വലിയ അളവും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ളതാണ്. വീണ്ടും പറയുന്നു, ഞങ്ങളിത് കൊടുക്കാത്തതിന് കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ലടോ. ഇവരോടൊക്കെ എന്താ പറയേണ്ടത്? സപ്ലൈകോക്ക് പൈസ കൊടുക്കാത്തത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ്. ഇതാരോടങ്ങൾ പറയുന്നത്? സപ്ലൈകോക്ക് പൈസ കൊടുത്തില്ല, അവിടെ കൊടുത്തില്ല, ഇവിടെ കൊടുത്തില്ല ചോദിച്ചാൽ അത് നല്ല തന്നെ മക്കളെ. എന്നിട്ട് പറയാണ്, കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ശമ്പള പരിഷ്കരണം നടത്തിയ ഏക സംസ്ഥാനമാണ് കേരളം. അത് കേൾക്കണം, അതിന് ബാക്കി കേൾക്കണം. കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ശമ്പള പരിഷ്കരണം നടത്തിയ ഏക സംസ്ഥാനമാണ് കേരളം. ശമ്പള പരിഷ്കരണം നടത്തിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി കേൾക്കാം നമുക്ക്. എന്നാൽ കേന്ദ്ര നയങ്ങൾ ശ്വാസം മുട്ടിച്ചപ്പോൾ ജീവനക്കാർക്കുള്ള DA കുടിശ്ശികയായി പോയി. ഞങ്ങള് ശമ്പള പരിഷ്കരണമൊക്കെ നടത്തി DA ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, പക്ഷെ കേന്ദ്രം ഇങ്ങനെ ഞങ്ങളെ ശ്വാസം മുട്ടിച്ചു. അപ്പൊ ഞങ്ങൾ ചെയ്തെന്താണെന്നറിയോ? ഇപ്പോഴുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ കൃത്യമായ പദ്ധതി തയ്യാറാക്കി. ഞങ്ങള് കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് ഞങ്ങള് ഈ ജീവനക്കാർക്ക് DA കൊടുത്തില്ല. ശമ്പള പരിഷ്കരണം ഞങ്ങള് പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും പൈസ നമ്മൾ കൊടുത്തില്ല. പക്ഷെ നമ്മളൊരു സമഗ്ര പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതി എന്താണെന്നറിയോ? അതായത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ തരാമെന്ന്. കാരണം നിങ്ങൾക്ക് അറിയാം, അടുത്ത സാമ്പത്തിക വർഷം ആകുമ്പോഴത്തേക്ക് ഇവരുണ്ടാവില്ല.
എന്നുള്ളത് ഇവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ അടുത്ത സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്ന ആൾക്കാരുടെ മണ്ടയിലേക്ക് നിലപാടിടുകയാണ്. ഇതിൽ പരം നാണക്കേട്. ഇതൊക്കെ ഈ ലേഖനത്തിൽ എഴുതാണ്. ഒന്നാം മിണ്ടാതിരുന്നൂടെ? ഉള്ള തോന്നിയാസം മുഴുവൻ ചെയ്തിട്ട് പിണറായി വിജയനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഞങ്ങൾ ഇമ്മാതിരി തോന്നിയാസമൊക്കെ ചെയ്ത്. ഞങ്ങള് കോവിഡ് കാലത്ത് ഒരു സംസ്ഥാനവും എന്ത് ചെയ്തില്ല, ശമ്പളം പരിഷ്കരിച്ചില്ല. പക്ഷെ ഞങ്ങൾ പരിഷ്കരിച്ചു. പക്ഷെ നമ്മൾ പൈസയൊന്നും കൊടുത്തില്ല കേട്ടോ. പൈസക്ക് എപ്പോഴാ കൊടുക്കുക? അതൊക്കെ ഈ ഏപ്രിലിന് ശേഷം പുതിയ മന്ത്രിസഭ വന്നാല് ഓരോ തലയിലേക്കാണ് ഞങ്ങൾ ഇട്ട്. പിന്നെ പഞ്ചായത്തുകൾക്ക് നൽകേണ്ട മൂന്നാം ഗഡുവായ 1982 കോടി രൂപ മുടങ്ങിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മൂലമാണ്. പഞ്ചായത്തുകൾ കൊടുക്കേണ്ട മൂന്നാം ഗഡു മുടങ്ങാൻ കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു. അതുകൊണ്ടാണ് അല്ല ഞങ്ങൾ കൊടുക്കുകയും. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പർക്ക് എഴുതി കൊടുത്ത ആൾക്കാർ പറയാണ് 5400 കോടിയിലേറെ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് സർക്കാർ അധികാരമൊഴിഞ്ഞത്. ഇത് പണ്ടേ മറ്റേ പെട്ടി തൂക്കുകാരൻ പറഞ്ഞതാണ്. എത്രയാണ്? 5400 അല്ലേ? 5400 അവിടെ വെച്ചിട്ടാണ്. അവസാനം അത് 5400 അല്ല 6000 ഉണ്ടായിരുന്നാണ് ധവളപത്രത്തിൽ പറയുന്നത്. നിങ്ങൾ 5400 അല്ല, അവിടെ 6000 ഉണ്ടായിരുന്നു. കാരണം ട്രഷറിയിലേക്ക് ഓരോ ദിവസവും നികുതി ഇനത്തിൽ അവിടെ പൈസ വന്നുകൊണ്ടിരിക്കും. അവിടെ ഇപ്പൊ 6000 ഉണ്ടായിരുന്നു. അതൊന്നും അറിയാതെ വീണ്ടും പഴയ എന്ന് പറഞ്ഞാൽ ആരോ കള്ളും കുടിച്ച് എഴുതി കൊടുത്തൊരു സാധനം ഇയാളെ പേരിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഇനി സർക്കാരിൽ നിക്ഷിപ്തമായ ധനപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ക്ഷേമ സേവന വികസന കാര്യങ്ങൾ കൈയൊഴിയാനുമാണ് ഈ ധവളപത്രം അടിവരയിടുന്നത്. പോലെ സതീശൻ ഈ ധവളപത്രം പുറത്തിറക്കിയത് എന്തിനാണെന്നറിയോ? മൂപ്പര് പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളൊന്നും ചെയ്യരുത്. അതായത് ഇനിയിപ്പോ നിങ്ങൾക്ക് പെൻഷൻ ഒന്നും കിട്ടൂല, KSRTC സൗജന്യം ഉണ്ടാവൂല, ഈ പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കൂല, ഈ യുവാക്കൾക്ക് 5 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കൂല, ഇൻഷുറൻസ് കൊടുക്കൂല, ഒന്നും കൊടുക്കൂലടോ. കൊടുക്കാതിരിക്കാനാണ് ഇത് ഉണ്ടാക്കിയത്. എമ്മാതിരി കണ്ടുപിടുത്തല്ലേ? എമ്മാതിരി കണ്ടുപിടുത്താണ്. ഇതിനു വേണ്ടിയിട്ടാണ് ധവളപത്രം തയ്യാറാക്കിയത് എന്ന് പറഞ്ഞാൽ ഇവരെ ഒന്നും കൊടുക്കൂല, ഒന്നും കൊടുക്കാതിരിക്കാനാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇയാളെ കണ്ടുപിടുത്താണ് അല്ലേ? ഇനി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇവർ നിർദ്ദേശിക്കുന്ന മറുമരുന്ന് പരിപൂർണമായ സ്വകാര്യവൽക്കരണ അജണ്ടയാണ്. പരിപൂർണമായ സ്വകാര്യവൽക്കരണ അജണ്ടയാണ് എന്നൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അത് ഉണ്ടാക്കണ്ടങ്ങൾ അങ്ങനെ അല്ല നിങ്ങൾ പറയടോ, അല്ല നിങ്ങൾ പറ, ഇത് മറികടക്കാൻ എന്ത് ചെയ്യണം? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ അതല്ലേ ചെയ്യേണ്ടത്. ഇത് മറികടക്കാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ. അതിനുള്ള ഒരു ഉപാധിയാണ് ഇവിടെ കുറെ നഷ്ടത്തിലായ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുറെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. കുറെ എണ്ണം ചിലപ്പോൾ വിൽക്കേണ്ടി വരുന്നേ, വിൽക്കട്ടെ. എന്തിനിത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്? ഈ നഷ്ടത്തിലായ 75,000 കോടി നഷ്ടത്തിലായ ഈ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വീണ്ടും നഷ്ടം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് എന്താ നിർബന്ധം? നിങ്ങൾക്ക് കുറെ ആൾക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിൽ ഇവിടെ നിയമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അർമാദിക്കാനോ? ഇത് ജനങ്ങളുടെ പൈസയാണോ? ജനങ്ങളുടെ പൈസയാണ്. നഷ്ടത്തിലായതൊക്കെ ലാഭത്തിലാക്കട്ടെ. KSRTC നഷ്ടത്തിലാണെന്ന് പറയുന്നത്. ഇവിടെ എത്ര KSRTCയിലെ ബസ്സുകളെക്കാൾ ഇതിന്റെ 10 ഇരട്ടി ബസ്സുകൾ സ്വകാര്യ മേഖലയിലുണ്ട്. അത് നഷ്ടത്തില. KSRTCയിലെ ഈ എന്താ പറയാ യാത്രാക്കൂലിയേക്കാൾ കുറഞ്ഞ നിരക്കിലല്ലേ ഇവിടുത്തെ സ്വകാര്യ ബസ്സുകൾ ആൾ കൊണ്ടുവന്ന്? അത് നഷ്ടത്തിലായില്ല എന്ന് പറഞ്ഞ സർക്കാരിന് ബിസിനസ് നടത്താൻ അറിയില്ലടോ. അറിയാവുന്ന ആൾക്കാർ നടത്തട്ടേനെ. നിങ്ങൾ തിന്നൂല്ല തീറ്റിക്കൂല എന്ന് പറയാൻ എന്താ ചെയ്യാ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്. സർക്കാരിന്റെ അടുത്ത് പൈസ വേണമെങ്കിൽ ഇമാതിരി ഈ ദൂർത്ത് ഒഴിവാക്കണം. ഈ ദൂർത്തിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 75,000 കോടി നഷ്ടമുണ്ടാക്കുന്നു പറഞ്ഞാൽ അതൊരു ദൂർത്താണ്. അതാണ് നിർത്തിക്കാളണം. അത് നിർത്തും ചെയ്യരുത്. പിന്നെ ഇങ്ങനെ ഇവിടെ നോട്ടടിക്കുക, അതാണ് ചെയ്യേണ്ടത്. നിങ്ങളെ മറ്റേ ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ ആലപ്പുഴയിലുള്ള മൂപ്പരാൾ ആദ്യം പറഞ്ഞത് ഇത് AI ആണ് അല്ലേ? മതി, ഞാൻ നിർത്തുകയാണ്. ഇത് മുഴുവൻ വായിച്ചാലേ, ഞാൻ സാധാരണ പറഞ്ഞ കാര്യമേ, ഇമാതിരി സാധനങ്ങളൊക്കെ മുഴുവൻ വായിച്ചാല് നമുക്ക് ഭ്രാന്തായി പോകും. അതുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞു വിചാരിച്ചിരുന്നത് ലെങ്ത് ആയതുകൊണ്ട്, ഇത്രയും ലെങ്ത് കൂടിപ്പോയത് കൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ വളരെ കൃത്യമായി അതിന്റെ എഡിറ്റോറിയൽ പേജിൽ KM ചന്ദ്രശേഖറിന്റെ, അതായത്
മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ.എം. ചന്ദ്രശേഖർ മാതൃഭൂമി പ്രതിനിധി JS മനോജിന് അനുവദിച്ച അഭിമുഖത്തിൽ നിന്ന് ഈ ധവളപത്രം തയ്യാറാക്കിയ ഈ കെ.എം. ചന്ദ്രശേഖർ എന്ന് പറയുന്ന മുൻ ക്യാബിനറ്റ് സെക്രട്ടറി വളരെ കൃത്യമായി എങ്ങനെയാണ് ഈ ധവളപത്രം തയ്യാറാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് ഇവർ പറയുന്ന മാതിരി ഒരു രഹസ്യരേഖ ഉപയോഗിച്ചിട്ടില്ല. AI എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുറച്ച് ഡാറ്റ കാര്യങ്ങളിലൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആധികാരികതയ്ക്ക് വളരെ നല്ലതാണ്. എത്ര ഭാഗത്ത് AI ഉപയോഗിച്ചു എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും മാതൃഭൂമി പ്രതിനിധിയോട് പറയുന്നു. നിങ്ങൾക്ക് പോയി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്താണ് AI ഉപയോഗിച്ചത് കണ്ടെത്താം. പിന്നെ ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെ മറികടക്കാം എന്നുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി കെ.എം. ചന്ദ്രശേഖർ ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ ഇതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. എല്ലാ അന്തംഗമികളും ഇതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. വെറും ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇന്നലത്തെ മാതൃഭൂമി എടുത്തിട്ട് ഇന്നലത്തെ മാതൃഭൂമിയിൽ വളരെ കൃത്യമായി കെ.എം. ചന്ദ്രശേഖരൻ എന്താണ് പറയുന്നത്, ഇത് തയ്യാറാക്കിയ ആള് അതെനിക്ക് ഒന്ന് വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ കാര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ.